ബിഗ് ബോസ് സീസൺ 6 നിന്നും എന്നേക്കുമായി പടിയിറങ്ങിയിരിക്കുകയാണ് നമ്മുടെ സിബിൻ ഇപ്പോൾ എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ബിഗ് ബോസ് വീടിനുള്ളിൽ നിന്നും സിജോയും റോക്കിയും ഒരുമിച്ച് പുറത്തേക്ക് പോയ സമയത്ത് ഇനി എന്താകും ബിഗ് ബോസിനുള്ളിൽ നടക്കുക എന്ന് ചിന്തിക്കുന്ന സമയത്താണ് 6 വൈൽഡ് കാർഡ് എൻട്രി ഉള്ളിലേക്ക് എത്തുന്നത്. പലരും നല്ല മികച്ച മത്സരാർത്ഥികൾ തന്നെയായിരുന്നു 6 പേരും. എന്നാൽ അഭിഷേക്, അതുപോലെ തന്നെ അഭിഷേക്, ശ്രീകുമാർ, പൂജ, നന്ദന ഇവരൊക്കെ ശക്തമായിട്ട് നിന്നെങ്കിലും അതിലെല്ലാം ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവരെയെല്ലാം മറികടന്ന് സിബിൻ എന്ന മത്സരാർത്ഥി തൻ്റെ മികവ് തെളിയിക്കുകയായിരുന്നു. അദ്ദേഹം നല്ലൊരു എൻ്റർടൈൻമെൻ്ററായിരുന്നു. കാരണം അദ്ദേഹത്തിന് സംസാരിക്കാൻ നല്ലതുപോലെ അറിയാമായിരുന്നു. നല്ല രീതിയിലായിരുന്നു സംസാരിക്കുന്നത്. പോയിൻ്റ് ബൈ പോയിൻ്റായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ജാസ്മിൻ്റെയൊക്കെ മുമ്പിൽ പിടിച്ചു നിൽക്കാനും, ജാസ്മിനെ പോലും നമുക്കറിയാം, ഒരു ആദ്യം നടന്ന ടാസ്കിലൊക്കെ ജാസ്മിനെ വരെ മുട്ടുകുത്തിച്ച ആണ് സിബിൻ കയ്യടി നേടിയത്. പിന്നീട് അങ്ങോട്ട് സിബിൻ്റെ മാത്രം ഒരു തേരോട്ടമായിരുന്നു. ഇപ്രാവശ്യം വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ വന്ന് ബിഗ് ബോസിൻ്റെ തന്നെ ചരിത്രത്തിലാദ്യമായിട്ട് ഒരാൾ ടൈറ്റിൽ വിന്നറാകും എന്ന് പ്രേക്ഷകരെല്ലാം വിചാരിച്ചതാണ്. അത്രയ്ക്ക് നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു സിബിൻ. ഇതിന് ഡോമിനേറ്റ് ചെയ്യാനായിട്ട് പെട്ടെന്ന് സാധിച്ചു. മറ്റുള്ള മത്സരാർത്ഥികളെയെല്ലാം തൻ്റെ വരുതിയിൽ നിർത്താനായിട്ട് സിബിന് കഴിവുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശത്രുക്കളെ നേരിടാനായിട്ട് മറ്റുള്ളവരെ കൂട്ടുപിടിച്ചുകൊണ്ട് സംഘം ചേർന്ന് ആക്രമിപ്പിക്കാനായിട്ടുള്ള കഴിവും സിബിനായിരുന്നു. അതുപോലെ തന്നെ പവർ ടീമിൻ്റെ സർവാധികാരം കയ്യിൽ കിട്ടിയതോടെ ക്യാപ്റ്റനെ വരെ തൻ്റെ വരുതിയിൽ നിർത്തി ഒരു നോക്കുകുത്തിയാക്കി, അല്ലെങ്കിൽ ഒരു പാവയാക്കി നിർത്തിയിരിക്കുകയായിരുന്നു. താൻ പറയുന്നത് പോലെ മാത്രമായിരുന്നു ക്യാപ്റ്റൻ ചലിച്ചിരുന്നത്. ജിൻഡോയെ തൻ്റെ വരുതിയിലാക്കാൻ ഏറെ സാധിച്ചു സിബിന്. എന്നാൽ വീക്കെൻഡ് എപ്പിസോഡിൽ തനിക്കെതിരായിട്ട് ഉള്ള കംപ്ലൈൻറ്റുകൾ വരികയും ലാലേട്ടൻ അതിനെക്കുറിച്ച് സംസാരിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് പണിഷ്മെൻറ്റ് കിട്ടുകയൊക്കെ ചെയ്തപ്പോൾ അതുവരെ താൻ വിചാരിച്ചിരുന്നത് താനൊരു എൻ്റർടൈൻമെൻ്ററാണ്, എന്നാൽ അത് തനിക്ക് സാധിച്ചില്ല എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് അത് ആഴത്തിൽ ഇറങ്ങിച്ചെന്നു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം മെൻ്റലി വളരെ ഡൗൺ ആകുകയും തനിക്ക് എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോവുക എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചില്ല. 2 ദിവസം ആ വീടിനുള്ളിൽ നിന്ന് മാറി നിൽക്കണമെന്നും ഒക്കെ വിചാരിച്ചു. അതുതന്നെയാണ് അദ്ദേഹത്തിന് വന്ന ഏറ്റവും വലിയ വീക്ക്നെസ് എന്ന് വേണം പറയാൻ. എന്തായാലും നല്ലൊരു മത്സരാർത്ഥിയാണ് ഇപ്പോൾ ബിഗ് ബോസിനുള്ളിൽ നിന്നും പുറത്തായിരിക്കുന്നത്.